ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലാണ്. എന്താ നിങ്ങളായിട്ട് ഇങ്ങനെ വിളിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നത്, ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ ആൾക്ക് കുറച്ച് നാണൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്ക് ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ എന്താ പറയുക വരാനും ഒക്കെ ഒരു ഭയങ്കര ഒരു ചമ്മലുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലോട്ടാണ്. നമ്മൾ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിൽ ഞങ്ങൾ നേരെ വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. ഒന്നുമില്ല, നമ്മൾ കുറച്ച് സെറ്റും കൊണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ആ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുമണി ചെരുപ്പും കൂടി ഇടാണ്ടാണ് അവിടെയൊക്കെ ഓടിക്കളിക്കുന്നത്. ചെരുപ്പ് ഞങ്ങളുടെ കയ്യിൽ ഊരിയിട്ട് തന്നു. അത് ഇട്ടിട്ട് എന്തോ പാഴ്സലും കൊടുക്കുന്ന കാരണം അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ നടന്ന് അവിടേക്ക് ഇങ്ങനെ ആസ്വദിച്ച് നടന്ന് വന്നു. ഇതാണ് നമ്മൾ പോയ കട കേട്ടോ. ഭയങ്കര നല്ല അടിപൊളി സെറ്റും കൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നിഖിലനോട് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാലാണ് ആദ്യം വീഡിയോ എടുത്തത്, പിന്നെയാണ് സാവധാനമാണ് എന്നെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഓരോന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബ്ലൗസിൻ്റെ കളർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ച കളറായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുക്കണോ അതോ എനിക്ക് സെറ്റിൻ്റെ കളർ എടുക്കണോ, ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ കുറേ 2-3 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തികച്ചും അഫോർഡബിൾ റേറ്റ് തന്നെ പറയാം കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കണമെങ്കിൽ ഏറ്റവും കുറച്ചും കൂടിയും റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണ് എല്ലാവരും പറയാറ്. പക്ഷേ ഇവിടെ നേരെ മറിച്ചായിരുന്നു കേട്ടോ, കുറച്ച് റേറ്റ് കുറവായിരുന്നു എനിക്ക് തോന്നിയത്. നമ്മുടെ കുഞ്ഞുമണി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അവിടെ ഒരു ചെയർ കിട്ടിയപ്പോൾ അവിടെ കൊണ്ട് ഇരുത്തിയാണ് കേട്ടോ. അങ്ങനെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി അവിടുന്ന് പതിയെ നടക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാനും നിഖിലേട്ടനും കൂടി നടക്കുകയാണ്. കുഞ്ഞുമണി അവിടേക്ക് തട്ടി തടഞ്ഞിട്ടൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഞങ്ങളൊരു ചെറിയൊരു ഹോട്ടലിൽ കയറി. കുഞ്ഞുമണിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി നല്ല വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്നും കഴിക്കാണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ന് ഗുരുവായൂർ അമ്പലത്തിലോട്ട് വന്നു കഴിഞ്ഞാലും സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യുന്നതും കഴിക്കുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുമണിക്ക് നമ്മൾ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു, എനിക്ക് മസാല ദോശ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു 8 മണി 9 മണി ആ ടൈമിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ കുറേ ടോയ്സുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത്, ഫുള്ള് ടോയ്സുകളാണ് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ കുഞ്ഞുമണി അവിടെ ഓടിപ്പോയിട്ട് സെലക്ട് ചെയ്ത സാധനമാണ് അത്. അപ്പോൾ നിഖി അതിൻ്റെ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഞങ്ങളത് മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ട് പിന്നെ കുഞ്ഞുമണി അതിലത്തെ എല്ലാം അത് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല സെറ്റുമുണ്ടും കാര്യങ്ങളും ഒക്കെയുള്ള ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. പിന്നെ നമുക്ക് കുഞ്ഞുമണിക്ക് ഒരു പട്ടുപാവാടയും കൂടി എടുക്കേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നേരത്തെ പോയ കടയിൽ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉള്ളിലേക്ക് കയറി. അപ്പോഴത്തേനും നിഖി എടുത്ത വീഡിയോസ് അറിഞ്ഞതൊക്കെ അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഉത്രാട ദിവസം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഇട്ടൊരു പൂക്കളായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ ക്യാമറ അത്ര ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. മാക്സിമം ഞാൻ എടുത്ത് നോക്കി. നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് ഒരു 9 മണി 10 മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് അവർ നമ്മുടെ തലേ ദിവസം ഇട്ട് പൂക്കളം കളഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള വരച്ചുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരുന്നപ്പോൾ അച്ഛനും മോളും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഭയങ്കര കളി വെച്ചാൽ ഭയങ്കര കളി. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും മോളും ഇവിടെ ഓടിക്കളിക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞുമണിക്ക് പകുതി എത്തിയപ്പോഴാണ് എന്നെ ഓർമ്മ വന്നത് തോന്നുന്നു കേട്ടോ. അങ്ങനെ അച്ഛനും മോളും ഭയങ്കര ഓട്ടം പാച്ചിലും കളിയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഹാപ്പി ദിവസമായിരുന്നു അന്ന്. എനിക്ക് എന്താ വെച്ചാൽ വീട്ടിൽ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിലോട്ടാണ് കേട്ടോ. നൈറ്റിൽ അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വൈബ് തന്നെയാണ്. അങ്ങനെ ഇപ്പോഴാണ് എൻ്റെ കുട്ടിക്ക് എന്നെ ഓർമ്മ എന്ന് തോന്നുന്നു. നേരെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഞങ്ങൾ തിരിച്ച് വീണ്ടും അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ കേശവൻ്റെ ശില്പത്തിൻ്റെ അവിടേക്കും നമ്മളെ മൺപ്രതിമയുടെ അവിടേക്കൊക്കെ പോയിട്ടോ. കുഞ്ഞുമണിക്ക് ആന വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ആനേനെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് പോയപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു ചെറിയൊരു ഉത്രാടപ്പാച്ചിൽ. അപ്പോൾ ഇത് ലേറ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.